പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയും ഒരു ഘടകമാണ്. കാരണം കേരളം കഴിഞ്ഞ കാലങ്ങളിലെ രൂപത്തിൽ നിന്നുള്ള രാഷ്ട്രീയം മാറി അത് മൂന്ന് മുന്നണികൾ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, ഇന്നലകളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDF, UDF മുന്നണികൾ നേരിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രഭാവമാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ ശക്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് കേവലം പറച്ചിലുകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായി ആരും കണക്കാക്കേണ്ടതില്ല. മറിച്ച് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ 140 നിയോജക മണ്ഡലങ്ങളുള്ളതിൽ ഏതാണ്ട് 45 നിയോജക മണ്ഡലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം 35,000-ന് മുകളിൽ വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ. ഒപ്പം അത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടി എന്നുള്ള ഒരു ധൈര്യത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നണി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അത് ഒരിക്കലും അത്തരമൊരു കണക്കുകൂട്ടലിൻ്റെ ഭാഗമായി മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഒരു നിയോജകമണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളാണ് എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ അത് ഏതാണ്ട് 45ഓളം പഞ്ചായത്തുകൾ അടങ്ങുന്ന മുനിസിപ്പാലിറ്റികളും അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ്, ഒരു വലിയ ഭൂപ്രദേശമാണ്. അത്തരം ഭൂപ്രദേശത്തെ വോട്ടിങ്ങിൻ്റെ പാറ്റേണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 7 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ വോട്ടിങ്ങിൻ്റെ പാറ്റേണുമായി വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം അവിടുത്തെ മതങ്ങൾ, അവിടുത്തെ ജാതി ഘടകങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എല്ലാം വിവിധങ്ങളായ രീതിയിൽ ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം അത് ലോക്സഭാ മണ്ഡലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ജാതി മത സ്വാധീനങ്ങൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ ഒരുപാട് സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഇന്നലകളിലുണ്ടായിരുന്ന വോട്ട് ബാങ്ക് അത് ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു, അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക്. തൊട്ട് പിന്നിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, അതിന് പിന്നിലായി മുസ്ലിം വിഭാഗം. അതായിരുന്നു ഇന്നലകളിൽ UDFൻ്റെ വോട്ട് ബാങ്കെങ്കിൽ ഇന്ന് ആ വോട്ട് ബാങ്ക് അത് ഇതിന് വളരെ കാലത്തിന് മുമ്പ് തന്നെ അത് LDFൻ്റെ പക്ഷത്തുള്ളത് ഈ പിന്നാക്കാതി ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ, അത് കഴിഞ്ഞ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾ അടക്കമുള്ളതായിരുന്നു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മുന്നോക്ക വോട്ടുകളും മറ്റു തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള വോട്ടുകളും ഇന്ന് BJP പക്ഷത്തേക്ക് കുറേ കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിഭാസം ഇപ്പോൾ പൂർവാധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 10 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ഒപ്പം കേരളത്തിലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു പാർട്ടി BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട് ആ മേഖലകളിൽ പ്രവർത്തനം തുടങ്ങിയതോടുകൂടി മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളടക്കമുള്ള ജനവിഭാഗങ്ങൾ ഇപ്പോൾ BJPയുടെ പക്ഷത്തേക്ക് ചാഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പിലെ അതിൻ്റെ റിസൾട്ടും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDA മുന്നണി കരസ്ഥമാക്കിയിട്ടുള്ള വോട്ടുകളും നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതും. അല്ലാതെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിങ്ങിൻ്റെ ആ ഒരു വിജയ ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് UDFന് അനുകൂലമായി വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുമായി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ UDFൻ്റെ മറ്റ് കക്ഷി നേതൃത്വങ്ങളോ കരുതുകയാണെങ്കിൽ അവർ മൗഢ്യത്തിലാണ്. അത് വെറും മൂഢസ്വർഗമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അത് വളരെയധികം നിർണായകമാണ് എന്നുള്ള കാര്യം മറക്കരുത്. കാര്യം
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5200 പഞ്ചായത്ത് വാർഡുകളിൽ BJP അല്ലെങ്കിൽ BJPയുടെ സഖ്യം അതിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ അവർ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ തൊട്ടു പിന്നിലായി നാമമാത്രമായ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്തോ ആയ പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണമാണ് ഏതാണ്ട് 5200 വാർഡുകൾ. ആ വാർഡുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നടന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പല മേഖലകളിലും, അതായത് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്ന പല പഞ്ചായത്തുകളിലും 1ാം സ്ഥാനത്തേക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP കടന്നു വന്നിട്ടുണ്ട്. പല ബൂത്തുകളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ ഇന്നലകളിൽ 75-80 വോട്ടുകൾ വാങ്ങിയിരുന്ന ബൂത്തുകളിൽ ഇന്ന് 300-320 വോട്ടുകൾ വരെ വാങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ നടക്കുന്ന 2025 സെപ്റ്റംബർ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇന്നലകളിൽ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കമുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏതാണ്ട് പാലക്കാട് പോലുള്ള മുനിസിപ്പാലിറ്റികളിൽ മാത്രം ആ മത്സരം ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ ബഹുഭൂരിഭാഗം മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബഹുഭൂരിഭാഗം കോർപ്പറേഷനുകളിലും എല്ലാം ഭരണം പിടിക്കുവാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലും ഭരണം പിടിക്കാൻ തക്ക രീതിയിൽ പ്രാപ്തിയുള്ള ഒരു സംഘടനയായി അത് മാറിയിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 250 പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ 300 പഞ്ചായത്തുകളിലെങ്കിലും നിർണായകമാകുന്ന, അല്ലെങ്കിൽ ഒരു 1/3 മുനിസിപ്പാലിറ്റികളിലെങ്കിലും നിർണായകമാകുന്ന 5 കോർപ്പറേഷനുകളുള്ളതിൽ ഒരു 2 കോർപ്പറേഷനുകളിലെങ്കിലും നിർണായകമാകുന്ന ഒരു വോട്ട് ബാങ്കായി അല്ലെങ്കിൽ വോട്ട് കൈവശമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായി ഇവിടുത്തെ കേരളത്തിലെ BJP പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. കാരണം യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു പരാജയം തന്നെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മുന്നണിയുടെയും ബഹുജന അടിത്തറകൾ രൂപം കൊള്ളപ്പെട്ടിട്ടുള്ളത് ഓരോ ഘടകകക്ഷികളുടെ പിന്തുണയ്ക്കുന്ന സമുദായത്തിൻ്റെ കൂടി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള സോഷ്യലിസ്റ്റ് ജനതാദളിൻ്റെ പ്രസക്തി ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഓരോ പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ശക്തമായിട്ടുള്ള അടിത്തറകൾ രൂപം കൊണ്ടിട്ടുള്ളത് അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ജാതിയും മതവും അവരുടെ ഉപജാതിയും അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അത് ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ വരുത്തിയ ആ ഒരു സുവർണാവസരം കേരളത്തിലും അവർക്കൊരു സുവർണാവസരം തന്നെയായി മാറിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലും അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 140 നിയോജക മണ്ഡലങ്ങളിൽ 45 മണ്ഡലങ്ങളിൽ BJP നിർണായക ഒരു കക്ഷിയായി മാറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ആ പാർട്ടിക്ക് എത്രമാത്രം കഴിയും എന്നുള്ളതിനെ കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായി മാറുന്നു. അതുകൊണ്ട് ഇരു മുന്നണികളും ഈ പ്രകടനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ജനവികാരത്തെ മാനിച്ചുകൊണ്ട് മതേതരത്വ സ്വഭാവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇവിടെ BJP ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രദേശത്തിന് ഒരിക്കലും ഭൂഷണമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇടത് വലത് മുന്നണികളെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഈ നാട്ടിൽ വരുത്തിയ സാമൂഹ്യ മാറ്റങ്ങളിലും എല്ലാം ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിലും എല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതിൻ്റെ അവകാശ പോരാട്ടങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ അവകാശികളായി വരുന്നതിനോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെങ്കിലും സംഘപരിവാറിൻ്റെ പ്രവർത്തനം കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എല്ലാ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും എല്ലാം ഇവിടുത്തെ ഇടത് വലത് മുന്നണികളും ഇവിടുത്തെ മൺമറഞ്ഞു പോയ മതേതരവാദികളായിട്ടുള്ള നേതാക്കന്മാരും നടത്തിയ
സുദീർഘമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണുള്ളത് എന്നതുകൊണ്ട് കേരളം ഒരിക്കലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറാൻ പാടില്ല എന്നതാണ് ഈ പൊതുസമൂഹത്തിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്.